ഹലോ, അയാൻ ഐറിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല അടിപൊളി മഴയാണ്. എന്നാണോ ഞാനിത് അലക്കിയിട്ടത് അന്ന് തുടങ്ങിയ മഴയാണ്. അത് കാരണം അകത്തുവിടാൻ വയ്യ, പുറത്തുവിടാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ 2 ദിവസത്തെ മഴ കാരണം ഇതാണ് വീടിൻ്റെ പുറത്തത്തെ അവസ്ഥ. നല്ല വെള്ളമാണ്. അതിനേക്കാളും നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പം. പക്ഷേ കാലാവസ്ഥ വിശ്വസിക്കാൻ പറ്റില്ല, ഏത് നിമിഷം ചതിക്കും. എന്തായാലും നമുക്കിന്ന് ഉച്ചയ്ക്കുള്ള പരിപാടിയിലേക്ക് നോക്കാം. എൻ്റെ കയ്യിലുള്ള ഈ സാധനം കരിമ്പ് എല്ലാവർക്കും അറിയാം, പക്ഷെ അതെന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴയാണെങ്കിലും ലൈം കുടിക്കണമെങ്കിൽ ഇപ്പം അത്ര വലിയ കാലാവസ്ഥ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഇങ്ങനെ പിഴണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊന്ന് കട്ട് ചെയ്ത് അപ്പോൾ ഷേപ്പ് ഒന്ന് മാറിപ്പോയി. അത് കാരണം ഇത് പിഴാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല, കാണാനൊരു ഭംഗി ഉണ്ടായില്ല. എന്തായാലും ഇതിപ്പോൾ ഈ നേരത്ത് നല്ല മഴയത്ത് വെള്ളം കുടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊരു ഇത്തിരി സർബത്തുണ്ട്. ആ സർബത്ത് അങ്ങോട്ട് കാലിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ലൈം കുടിച്ചിട്ട് നമ്മളെ കലാപരിപാടികളിലേക്ക് കിടക്കാം. കലാപരിപാടി മീൻസ് ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഉച്ചക്കേക്കുള്ള ഫുഡ് മഴയാണെങ്കിലും തണുപ്പിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് ഐസും കെട്ട ഇഷ്ടം പോലെ വാരിയിട്ടിട്ടുണ്ട്. തൊണ്ടക്ക് പണി കിട്ടാൻ ഞാൻ ഭാഗ്യം, പണി കിട്ടിയാൽ ഭാഗ്യക്കേടായിട്ട് കൂട്ടാം. ഇതാണ് സർബത്ത്. നല്ല അടിപൊളി സർബത്തായിരുന്നു. ലാസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം ഫുൾ സർബത്ത് കൂടിയായിരുന്നു. ഈ സർബത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഏതാ ബ്രാൻഡ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് സംഭവം. എന്തായാലും നല്ല അടിപൊളി. എത്ര ഊറ്റാവുന്ന മാക്സിമം ഊറ്റിയതിന് ശേഷമാണ് ഞാൻ ആ കുപ്പി വലിച്ചെറിഞ്ഞത്. മനസ്സോടെയാണ് വലിച്ചെറിഞ്ഞത്. നല്ല അടിപൊളി കുപ്പിയായിരുന്നു. എന്തായാലും ഇതാണ് നല്ല കാണാൻ നല്ല അടിപൊളിയല്ലേ. നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ ഈ സർബത്ത് വെച്ചിട്ടുള്ള ലൈം. എല്ലാ സർബത്ത് വെച്ചിട്ടുള്ളത് ഇഷ്ടമല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായി. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. കാരണം ഇത് ഞാൻ കഴിച്ചപ്പോൾ കുടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി. ചില സർബത്ത് വെറും ശർക്കര കലക്കിയ പോലെയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നല്ലതായിരുന്നു. പിന്നെ ഇത് ഇന്നലെ വാങ്ങി കൊടുത്തതാണ്. പക്ഷേ മഴയത്ത് വാങ്ങിയപ്പോൾ കേട് വന്നത് കണ്ടില്ല തോന്നുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കേട് വന്നിട്ടുണ്ട്. മഴ കാരണം ചീഞ്ഞ് പോയതായിരിക്കാം. എന്തായാലും ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് നമുക്കിന്ന് എന്താ ഉണ്ടാക്കണേ, ഇത് വെച്ചിട്ട് നമുക്ക് തീയലുണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. തീയൽ അപ്പം നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാം. പൊതുവേ ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കമൻറ്റ് കണ്ടിട്ടായിരിക്കും മിക്കവാറും എല്ലാം ഉണ്ടാക്കുക. പക്ഷെ അതൊക്കെ ഫെയിലായിട്ടുണ്ട്. ചിലതൊക്കെ നന്നായിട്ടുണ്ട്. സ്നാക്സ് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഫെയിലായിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനിത് ഉണ്ടാക്കുന്നത് ഞാനിതിൻ്റെ മുന്നേ തീയലുണ്ടാക്കണ ഒരു വീഡിയോ കണ്ടായിരുന്നു. എനിക്ക് ആ യൂട്യൂബ് ചാനൽ ഓർമ്മയില്ല. അന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് സാമ്പാർ പൊടി, ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് ഇടുന്നത് കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള ഒരു തീയലുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ആദ്യം തന്നെ എന്താ എണ്ണാന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല പണിയായിരുന്നു. എല്ലാം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴേ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെയാണ് കേട് വന്നിട്ടുണ്ട് അതിനത്. പിന്നെ ക്ലീനിങ്ങും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിത് ചെറുതാക്കി കട്ട് ചെയ്ത്, അങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു പണി എടുക്കണേക്ക് 3-4 പണി എടുക്കണുണ്ട്. വേറൊന്നുമല്ല, കാലാവസ്ഥ മാറിയപ്പോൾ ഡ്രസ്സൊക്കെ പുറത്തിട്ടതൊക്കെ എടുത്തിട്ട് വേണം അടുത്ത പണിയെടുക്കാനും. മഴ നല്ല ചാറ്റലാണ്. ഡ്രസ്സ് എടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ മഴ പോവുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. എന്തായാലും ഞാൻ കട്ട് ചെയ്ത് അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കഴുകാതെയായിരുന്നു കട്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചവിടെ മാറ്റി. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ, സവാള ആൻഡ് ചെറിയുള്ളി. സവാളക്ക് പകരം ശരിക്കും ചെറിയുള്ളിയാണ് വേണ്ടത്. പിന്നെ എനിക്ക് അരിയാൻ ഭയങ്കര മടിയായത് കാരണമാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഇതുണ്ടാക്കാം, നമുക്ക് തീയലുണ്ടാക്കാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ തീയലുണ്ടാക്കാം.
ഇതിലേറെയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാൻ യൂട്യൂബൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് സ്വാഭാവികം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് എന്താ പാവക്ക, ഞങ്ങളെ നല്ല കയ്പങ്ങ എന്ന് പറയും, പാവയ്ക്കും പച്ചമുളകും ഇട്ടതിന് ശേഷം സവാള ഒരുമിച്ച്. സവാള ഞാൻ ഇടാൻ മറന്നായിരുന്നു കേട്ടോ, മറന്നിട്ടില്ല. എന്താ സവാള പാവക്കൊന്നും ഇടാതിന് ശേഷമാണ് ഞാൻ ഇട്ടത്. ഇത് മൂന്നും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് വേവിക്കാൻ വെക്കുക. അപ്പോൾ അതങ്ങനെ അടുപ്പിൽ മൂടി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പണിയെടുക്കാം. അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കുതിർത്ത് എന്താ പറയുക പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ പരിപാടിയും അവിടെ തീർന്ന്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ തേങ്ങ വറുക്കലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. കാരണം ഞാൻ എത്ര വറുത്താലും ശരിയാവില്ല. ഒന്നെങ്കിൽ കരിഞ്ഞ ചോയ ഉണ്ടാവും, ഇല്ലയെന്ന് വെച്ചാൽ ആ ഒരു ഇതുണ്ടല്ലോ അതാവില്ല. എന്തായാലും ഞാൻ ഇഷ്ടമില്ലാത്തൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തേങ്ങ വറുക്കുക. തേങ്ങയിലേക്ക് ഞാൻ ചെറിയുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ, കറിവേപ്പില ഉണ്ടായില്ല. മെയിൻ സാധനം വേപ്പിലയാണ്, കറിവേപ്പില ഇവിടെ ഇല്ല. അത് കാരണം അതില്ലാതെയാണ് ഞാനിത് വറുക്കണത്. ഇത് വറുക്കുമ്പോൾ സ്പീഡ് കൂട്ടാനും പറ്റില്ല, സ്പീഡ് കുറച്ച് വെച്ച് കഴിഞ്ഞാലും ആവാൻ ഒരുപാട് ടൈം എടുക്കും. എന്തായാലും റിസ്ക് എടുക്കാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ നമുക്കിതിങ്ങനെ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് നേരിട്ട് ഞാൻ ഇളക്കിയും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഈ തേങ്ങ കരിഞ്ഞു പോകും. അതിലാണ് നല്ലത്. പിന്നെ അപ്പം മതി എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട്, ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് എന്താ പറയുക ഇളക്കി. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുത്തായിരുന്നു. ഇനി അത് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ അരച്ചെടുക്കും. ഓക്കെ,
കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഹെയറൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഹെയറിലേക്ക് ആവശ്യമായിട്ടുള്ള സിറം ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം ഫേസിലേക്കുള്ള ഫേസ് പാക്ക്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ആദ്യം കുറച്ച് അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് പാലും ഇട്ട് മിക്സ് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം പോലെ ആയിട്ടുണ്ടായി. ഒരു സുമാർ കണക്കിനായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചത്, അത് തന്നെ അല്ല പാലൊഴിച്ചത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ലൂസായി. പിന്നെ ഞാൻ അതിലേക്ക് മഞ്ചിഷ്ട അതിൻ്റെ പൗഡർ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെച്ച്. എന്താ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ടായിട്ടോ. നമ്മൾ ഇനി ഇത് കുളിക്കുമ്പോൾ മുഖത്തിടാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ മടി കാരണം ചിലപ്പോൾ അത് ഉണ്ടാക്കി വെച്ചോടെ തന്നെ ഉണ്ടാവും, അത് വേറെ കാര്യം. നല്ല അടിപൊളിയായിട്ട് കിട്ടി. എന്തായാലും സാധനം കിട്ടി. ഞാനെല്ലാം ഉണ്ടാക്കി വെക്കും, പക്ഷേ ഫേസിലൊക്കെ ഇടാൻ നേരത്തെ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടാവും. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടണം. തേങ്ങയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കളറ് നോക്കണ്ട, എൻ്റെ ക്യാമറയുടെ ഒരു ചെറിയ ഇതുകൊണ്ടാണ് കളറൊക്കെ ഇങ്ങനെ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഹെയറിന് ആവശ്യമായിട്ടുള്ള സിറം രാത്രി കഴിക്കുന്നത്. ഞാൻ സിറം ഉണ്ടാക്കി വെച്ച് തലയിൽ തേക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവാനുണ്ട് ഹെയർ ലോസിന്. പിന്നെ നമുക്ക് കറി ഒന്ന് വറവിടാം. ഇതിലാണ് ഞാൻ പറഞ്ഞ ഇത് ചെയ്യണത്, സാമ്പാറിൻ്റെ പൊടി ഇടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ ഒപ്പം ഞാൻ ഇത്തിരി കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. വേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. അപ്പോൾ അതിലേക്ക് ആദ്യം ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാനൊരു ഇത്തിരി ഒരു പിഞ്ച് മതി കേട്ടോ. ഒരുപാട് സാമ്പാർ പൊടി ഇട്ട് പൊട്ടിങ്ങാണ്ട് സാമ്പാറാക്കരുത്, ഒരു കുറച്ച് മതി. ഞാൻ കായ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ വയറിന് ചിലപ്പോൾ തേങ്ങ കഴിച്ചതിന് ഒരു സുഖം കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് കായ ഇട്ടത്. കായം വേണ്ടവർ ഇട്ടാൽ മതി, നിർബന്ധമേ ഇല്ല. സാമ്പാറും പൊടിയാണ് ഇടുന്നത്. സാമ്പാർ പൊടി ഒന്നായിട്ട് ഇടരുത്, ഇത്തിരി വരാനുള്ളൊരു മടി. അപ്പം അത്ര മതി ഇട്ടാ. അല്ലാതെ ഒരുപാട് ഇട്ടുങ്ങാണ്ട് ഇത് കൊളായാൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. അപ്പോൾ പിന്നെ ഒരു ഇത്തിരി മുളകും പൊടി ഞാനിപ്പോൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇത്തിരി മുളകും പൊടി ഇടുമ്പോൾ ആ കളർ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് തൂമിക്കുക എന്നല്ലേ പറയുക. അപ്പോൾ അതും അങ്ങനെ ചെയ്യാം. എനിക്ക് പാവക്ക ഭയങ്കര ഇഷ്ടമാണ്. പാവക്ക ഞങ്ങളെ വീട്ടിലൊക്കെ ഉപ്പേരി മാത്രമേ വെക്കുള്ളൂ. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഇത് കറിയും വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിൽ പുളിയൊക്കെ ഒഴിച്ചിട്ട് നല്ല കറി വെക്കാമെന്നതും ഞാൻ കഴിച്ചിട്ടുണ്ട്. പൊതുവേ എനിക്ക് പാവക്ക ഇഷ്ടം തലേന്ന് ഉണ്ടാക്കിയിട്ട് തലേന്നത്തത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് തന്നെ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കണത് എനിക്ക് ഇഷ്ടമല്ല, ഭയങ്കര കയ്പ്പായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പാവക്ക 2 കളറിലുള്ള പാവക്ക ഉണ്ട്, പച്ചയുണ്ട് മറ്റേ കളറുണ്ട്, വൈറ്റ് പോലത്തെ കളറ്. എൻ്റെ വീട്ടിലൊക്കെ പച്ച വാങ്ങുക, ഇവിടെയൊക്കെ വൈറ്റ് വാങ്ങുക. വൈറ്റിന് കയ്പ്പ് കുറവായിരിക്കും, പച്ചക്ക് കയ്പ്പ് കൂടുതലായിരിക്കും എന്ന് പറയും. വീട്ടിൽ ചെല്ലുമ്പോൾ പറയും നേരെ തിരിച്ചു പറയും സത്യത്തിൽ. ഏതാ കറക്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് 3 കൊറിയർ വന്നിട്ടുണ്ട്. ഞാനെല്ലാം ഓർഡർ ചെയ്ത് അതുകൊണ്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്താ സാധനം എന്നറിയാൻ വേണ്ടിയിട്ട്. കൊറിയറിന് കൊടുത്തത് തന്നെ എന്താണെന്ന് തന്നെ അറിഞ്ഞൂടാ. അത് കാരണം ഐറ്റം ഒരു പിടിപാടും ഉണ്ടായില്ല. അപ്പോൾ ആദ്യത്തെ ഐറ്റം കണ്ട് എൻ്റെ കിളി പറയും ഇതാണ് ആദ്യത്തെ ഐറ്റം. എവിടെ? യെസ്, ചോക്ലേറ്റ് ബോൾസ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണതുമാണ്, ആദ്യമായിട്ട് കാണുന്നതുമാണ്. പിന്നെ രണ്ടാമത്തെ ഐറ്റം അത്തിപ്പഴം. ഞാൻ അങ്ങനെ കഴിക്കില്ല, ഡ്രൈ ഫ്രൂട്ട്സ് അത്തിപ്പഴം. ഇത് എഴുതിയ റേറ്റ് 600 രൂപ കേട്ടോ. അത്തിപ്പഴത്തിനൊക്കെ കൊടുക്കത്ത റേറ്റല്ലേ. പിന്നുള്ളതാണ് പിന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ളതല്ല എന്തായാലും. മാല, സ്വർണ്ണമാല. സ്വർണ്ണമെന്നല്ല കേട്ടോ, കൊള്ളാലേ, നല്ലൊരു മാലയുണ്ട്. ഇതാർക്കാ എന്താ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും മാലയും വാങ്ങിയിട്ടുണ്ട്. കാണാൻ അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. പക്ഷെ എനിക്ക് വേണ്ട. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ഉച്ച വരെയുള്ള ടൈം ഇങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.